ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ചായ ഉണ്ടാക്കി അവിടെ കുറച്ച് നേരമായി ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ പാട ചൂടി. ഞാനിവിടെ ഇന്ന് നൂഡിൽസ് ഡേയാണ്. അപ്പം നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെജിറ്റബിൾ അരിഞ്ഞ് എൻ്റെ കയ്യിൽ ഫിംഗർ ക്യാപ്പ് കിടപ്പുണ്ട്. അപ്പം ഞാൻ വെജിറ്റബിൾ വേണ്ടാതെ ഞാൻ പറഞ്ഞില്ലേ പൂളുമോൻ ഇച്ചിരിയിലൊക്കെ വെജിറ്റബിൾ മീൻസ് ക്യാപ്സിക്കൊക്കെ കഴിക്കും. മറ്റേ ചെറുക്കൻ അത് അഹങ്കാരമാണ്. കാരണം ഞാൻ ഇതിങ്ങനെ പ്ലെയിൻ അവനുണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ കഴിക്കുമ്പം വന്ന് കഴിക്കുമല്ലേ, പിന്നെ എന്തിനാ രാവിലെ കഴിക്കുന്ന അങ്ങ് ബഹളം വെക്കണ്ടെന്നും പറഞ്ഞ് ചില സമയത്ത് ഞാനങ്ങ് കണ്ണടയ്ക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പൂള് വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാൻ ഹക്ക നൂഡിൽസാണ് കഴിച്ചത്. അതിൻ്റെ അകത്ത് ബീൻസും ക്യാരറ്റും ഒക്കെ കഴിക്കേണ്ടി വന്ന് 60 രൂപ കൊടുത്ത് വാങ്ങിച്ചല്ലേന്ന്. അപ്പം ബിൻസി കമൻ്റ് ഇട്ടതാണ്. ശരിയാ, ബിജി ഇനിയും ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് പൈസ വാങ്ങിക്കണം, അന്നേരം കഴിച്ചോളൂന്ന്. എല്ലാവർക്കും വീട്ടിൽ കാണിക്കാമല്ലേ. വെളിയിൽ ചെന്നാൽ അയ്യോ അത് പൈസ കൊടുത്തതെന്ന് പറയാം. അത്രയും പൈസയുടെ ഒരു വാല്യൂ ചിന്തിച്ചല്ലേ. അത് ഞാനൊന്ന് മനസ്സിൽ ഓർത്ത് കേട്ടോ, അല്ലെങ്കിൽ ഇവരൊന്നും പൈസയുടെ വാല്യൂ അറിയത്തില്ലല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി ഞാനത് പോളിന് ഇങ്ങനെയുള്ള സ്റ്റൈൽ അറിയത്തില്ലായിരുന്നു. അവൻ തന്നെ അവൻ്റെ മാഗി ഉണ്ടാക്കുന്നതാണ്. അവൻ എന്തോ ചെയ്യുന്നു, മുട്ട പൊട്ടിച്ച് വേറൊരു പാനിൻ്റെ അകത്ത് മുട്ട ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനിത് ഇവനെ കാണിച്ച്, കഴിഞ്ഞ ദിവസം ഇതുപോലെ പ്രൈസ് ഉണ്ടാക്കി കൊടുത്തോണ്ട് അവനിവിടെ ഇല്ലായിരുന്നു. അപ്പം വീഡിയോയിൽ അത് കണ്ടെണ്ണ ചോദിച്ചു, അയ്യോ ഇതെങ്ങനെ ഉണ്ടാക്കിയ. അപ്പം ഞാനത് കാണിച്ചു കൊടുത്തത് എങ്ങനെ എടുക്കേണ്ടിയെന്നൊക്കെ. അപ്പോൾ അന്നേരം പറഞ്ഞ് ഞാൻ 2 പാൻ എടുത്താൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ തുണി ഞാൻ കഴുകാൻ തീർന്നു. അപ്പോൾ ഞാൻ അതൊന്ന് പൈപ്പൊക്കെ എടുത്തൊന്ന് ഇനി വെക്കട്ടെ. എന്നിട്ട് എനിക്ക് പാത്രങ്ങൾ കഴുകാനൊക്കെ, പാത്രങ്ങളെല്ലാം അവിടെ കിടക്കുക. വലിയ പാത്രം ഉണ്ടെങ്കിൽ ഈ പൈപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടേക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കഴുകാൻ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കണം. അച്ചാറിടാനുണ്ട്. അപ്പോൾ ഇന്നലെ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇന്നിനി അത് വേവിക്കണം. മീനെടുത്ത് ഞാൻ ഇച്ചിരി വലിയ അതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. എന്നാൽ ഞാൻ കറി വെച്ചില്ലേ കുഞ്ഞായല, അതിൻ്റെ ഒരു പാർട്ടെടുത്താൽ ഇന്ന് തോരൻ വെക്കുന്നത്. ഒരു തോരൻ വെച്ച് കഴിക്കണമെന്നൊരു മനസ്സിൻ്റെ ഒരാശ. അപ്പോൾ അരി അടപ്പത്ത് വെള്ളം വെച്ച് അനന്ന് വരുന്നുണ്ട്. അപ്പോൾ അരി ഒന്ന് കഴുകിയിടട്ടെ. വെള്ളത്തിനൊക്കെ ഭയങ്കര ചൂട്. തിളപ്പിച്ച വെള്ളം പോലെ വൈപ്പിലെ വെള്ളം ഇപ്പം അത്രയ്ക്ക് ചൂടാണ്. ഇപ്പം ചെടികൾക്ക് അതുകൊണ്ട് ഒഴിച്ചാലും അത് ചെടി വാടും. അതുകൊണ്ട് ചേർന്ന് ഇരിക്കട്ടെ ഇവിടെ വെള്ളം. അമ്മയെപ്പോൾ വിളിച്ചാലും അമ്മ പറച്ചിൽ ഭയങ്കര ചൂടാന്ന്. ഞങ്ങൾ പോകുമ്പോഴും നല്ല ചൂടാ. ചിലപ്പോൾ മഴ ആകും. അരി വെള്ളം തിളപ്പിക്കാൻ വെച്ചു. എല്ലാ ബോട്ടുകളിലും വെള്ളം നിറച്ച് ക്യാനി നിറച്ചു. അരിയും കൂടെ ഇട്ടിട്ട് വെണ്ടയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ചു. പിന്നെ മീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തോരൻ വേണം വയ്ക്കാം. ഇച്ചിരി വലിയ അയല, എന്നാലും ഞാനതുകൊണ്ട് തോരൻ വെക്കും. ചിലരങ്ങനെയുള്ള മീനും കൊണ്ടൊന്നും തോരൻ വെക്കത്തില്ല. എനിക്കങ്ങനൊന്നുമില്ല. എന്താ കണ്ടെങ്കിലുമൊക്കെ അങ്ങോട്ടാണ് ഉണ്ടാക്കണം. വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് അങ്ങോട്ട് തട്ടിയിടാൻ നോക്കിയിട്ടത് പാത്രത്തിൽ നിന്ന് വരുന്നില്ല. അതിൻ്റെ ഒരു കൊഴുപ്പുണ്ട്. പാത്രത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുക വെണ്ടയ്ക്ക. ഞാൻ മെഴുക്ക് പുരട്ടിയാവുന്നില്ല, ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇരുന്നോളാമെന്നും പറഞ്ഞ് വെണ്ടയ്ക്ക ഇരിക്കുക. ഞാൻ വിടുവോ? ഞാനതിനെ പിന്നെ പിടിച്ചിറക്കി പാനിൻ്റെ അകത്താക്കി. നമ്മളെല്ലാം അറിഞ്ഞ് ചെയ്യണമല്ലേ. മീൻ തോരൻ അതിൻ്റെ ആ പീരയുണ്ടല്ലേ, തേങ്ങ മാത്രമുള്ള അത് റൈസ് മോന് കൊടുത്ത ചോറിട്ട് തിന്നും. പക്ഷേ ആ മീൻ നന്നായിട്ട് നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുത്താലും അവനൊരിതാണ്. അതുകൊണ്ട് അവൻ ഇതുണ്ടാക്കി അവൻ പിന്നെ സന്തോഷമായിരിക്കുമല്ലേ. അവൻ ചപ്പാത്തി എന്തെങ്കിലും കഴിച്ചോളിച്ചു.
അതുകൊണ്ട് അവനെ പ്രതിയ മീൻ തോരൻ പൂൾമോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. असमार वीडियो बनाना एकदम ऐसा असमार वीडियो नहीं है, होता है बुक का भी असमार वीडियो होता है. हाँ सब आवाज बनाता है फ्रॉम सब पेज दिखाते हैं. ले लो ओके. ഞാൻ അവിടെ അടുക്കളയിലായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെന്നാണ് ഇവൻ എൻ്റെ അടുത്തിൻ്റെ നിന്ന് മൊബൈൽ വാങ്ങിച്ച് മമ്മി ഇങ്ങോട്ട് താ, കാരണം അതിപ്പം പപ്പായുടെ കൂടെ പോയണ്ണേ ചപ്പാത്തി വാങ്ങിക്കാൻ പോയണ്ണേ പപ്പയും കൊണ്ട് അവന് ഡ്രോയിങ് ബുക്ക് തീർന്നായിരുന്നു. അപ്പം ഡ്രോയിങ് ബുക്കിന് വേണ്ടി പോയിട്ട് വന്നണ്ണേ പപ്പ വാങ്ങിച്ചു കൊടുത്തത് എന്തെങ്കിലും ആക്ടിവിറ്റി ഇരുന്ന് ചെയ്തോന്നും പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുന്ന എനിക്ക് വീഡിയോ എടുക്കാം. ഞാൻ ചിന്തിച്ചിരുന്നാൽ ഇന്ന് തുറക്കുന്നതൊക്കെ കാണിക്കാനായിരിക്കുമെന്ന്. എന്നിട്ട് പിന്നെ പറയാം എനിക്ക് അതിൻ്റെ അസ്മാർ വീഡിയോ ഉണ്ടാക്കാനാണ്. ഞാൻ ചോദിച്ച് എന്തോ ഈ അസ്മാറാണോ ASMR എന്ന് എനിക്കറിയത്തില്ല. ഇവന്മാർ അസ്മാർ എന്നാണ് പറയുന്നത്. പിന്നെ അസ്മാർ ഇങ്ങനെ കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്ന ഇല്ലെങ്കിൽ പറ സൗണ്ട് അതുപോലെ ബുക്കിൻ്റെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് തന്നെത്താൻ ഇരുന്നെടുത്തത് ബാക്കിയുള്ള വീഡിയോ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ് അങ്ങനൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഞാനിങ്ങനെ അടുക്കളയിൽ വന്ന് അപ്പം ഞാനത് ആ മിക്സിയുടെയൊക്കെ സൗണ്ട് അത് കേൾക്കുന്നത്. അപ്പം പിന്നെ അവൻ തന്നെത്താൻ എടുത്തതാണ്. പിന്നെ അത് ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങ് ഇട്ടു, ഇല്ലെങ്കിൽ ഇനിയും പറയത്തില്ല ഞാൻ എടുത്ത വീഡിയോ എന്താ ഇടാൻ ഞാനെന്നും പറഞ്ഞു. അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതല്ല, അവനതൊരു വിഷമമാകുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് ഇട്ടതാണ്. അപ്പം എനിക്കൊരു മീൻ തോരൻ കൂട്ടണമെന്ന് തോന്നി. അതുകൊണ്ട് ഇത്രയും വലിയ മീൻ ആരും അങ്ങനെ തോരൻ വയ്ക്കാറില്ല. പക്ഷേ ഞാൻ ചെറുതായിട്ടങ്ങ് പീസാക്കിയിട്ട് തോരൻ വെച്ച്. എന്തോന്നിനും ചെറുതും വലുതും വന്നേലും തോരൻ തന്നെ. അപ്പം ഞാൻ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു 3-4 എടുത്ത് വറക്കാനെടുത്ത് മസാല പുരട്ടി വെച്ച്, പിന്നെ തേങ്ങ, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അതിൽ ചേർത്തു, 2-3 പച്ചമുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ചേർത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഒരു സവാളയും ഇതെല്ലാം കൂടെ നന്നായി കറിവേപ്പില ഇട്ടരച്ചേ നന്നായി ഒന്ന് ഇതിൻ്റെ അകത്തിട്ട് ചട്ടി മിക്സ് ചെയ്തിട്ട് പിന്നെ മീൻ ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് ഉലുവാപ്പൊടി ഇപ്പോഴാണ് ചേർത്തേ. ചിലപ്പോൾ ഞാൻ അരപ്പിൻ്റെ അകത്ത് അങ്ങ് അരയ്ക്കും. ഇതുണ്ടെങ്കിൽ ഒരു പിടി ഇതോ ഇച്ചിരി മീൻചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് പോളിനും ഇഷ്ടമാണ്, ഇവിടെ ആടിക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഈ കൊച്ചിന് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ പീര കൊടുക്കും. പിന്നെ ഇവൻ്റെ പപ്പായേ ഉള്ളൂ ഇതൊന്നും തൊടാത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടേ ഒന്ന് ഇളക്കുന്നുള്ളൂ. ഒത്തിരിയായിട്ടിട്ട് ഇളക്കിയ മീൻ ഇതായിപ്പോവും. ചെറുതായിട്ട് ഇളക്കി ഉപ്പ് ഞാൻ ആ അരപ്പിൻ്റെ അകത്ത് ഇട്ടങ്ങ് അരച്ചായിരുന്നേ. പക്ഷേ പുളി ഇടാനെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ പുളി അവിടെ ഇരിക്കുന്ന കണ്ട. പിന്നെ ഞാൻ പുളി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കേണ്ടി വന്നത്. ചില സമയത്ത് ഇവിടെ മാർക്കറ്റിൽ ചുരുക്കം ചില സമയത്ത് പച്ചത്തക്കാളി കാണും. അന്നേരം ചിന്തിക്ക് ഇച്ചിരി തോരൻ വെച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കിന് തുണിയൊക്കെ ആയി. പിന്നെ തുണിയൊക്കെ വിരിക്കണമായിരുന്നു. അപ്പോൾ പോള് വന്ന് ഞോണ്ടിക്കൊണ്ട് വന്നിരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർത്തിട്ട് അച്ചാറിടണമെന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ജോലികൾ അങ്ങോട്ട് തീരുന്നില്ല. അന്ന് എൻ്റെ ജോലികളെല്ലാം തീർന്നുണ്ടെങ്കിൽ ഒരു സമയമായി. ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ടല്ല നമുക്ക് അച്ചാറിടാൻ നമുക്ക് സാവകാശമല്ല ചെയ്യാൻ പറ്റൂ. അത് ഇങ്ങനെ ധൃതി പിടിച്ചൊന്നും ചെയ്യുന്ന കാര്യമല്ലല്ലേ.
അന്നത്തെ ദിവസം നിന്ന് എൻ്റെ കാല് മന്ത് പോലായിരുന്നു രാത്രി. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വിരിച്ചിടട്ടെ. എന്നിട്ട് ഇതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കഴുപ്പൊക്കെ എൻ്റെ അത്ര തന്നെ അടുത്തത് ചെയ്യാനുള്ള ധൃതിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കാനുള്ളതെല്ലാം അങ്ങ് കൊടുത്തു. പിന്നെ പോളിന് വെണ്ടയ്ക്ക മെഴുക്കോട്ട് വേണമെന്ന് പറഞ്ഞാൽ അവൻ ഇച്ചിരി ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു, അവൻ അത് കൂട്ടിയാണ് കഴിച്ചത്. അപ്പം തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് മീൻതോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഉടനെ ഞാൻ തുടങ്ങിയില്ല, ഇച്ചിരി നേരം ഒന്ന് അവിടെ പോയി ഇരുന്നിട്ടാ പിന്നെ അച്ചാറ് പരിപാടി തുടങ്ങിയ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇന്നലെ ഞാൻ പൊളിച്ച് വെച്ച്, ഇഞ്ചി ഇപ്പോഴാണ് അരിഞ്ഞത്. അപ്പം ബീഫെല്ലാം ഞാൻ വറുത്തെടുത്തു. ഞാൻ ആദ്യം കുക്കറി വേവിച്ചിട്ട് ബീഫെല്ലാം വറുത്തെടുത്തു. പിന്നെ ഇനിയിപ്പം ഇഞ്ചി വെളുത്തുള്ളി ഓരോന്ന് സെപ്പറേറ്റ് വറുത്തെടുക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇനിയും ബീഫ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം രാവിലെ സെപ്റ്റോയിൽ നിന്നായിരുന്നോ ജിയോയിൽ നിന്നായിരുന്നോ സെപ്റ്റോയിൽ നിന്നായിരുന്നോ അതോ റിലയൻസിൽ നിന്നായി ഇവിടെ നിന്നായിരുന്നു അറിയത്തില്ല, റീച്ചാൻ പാലൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പാൽ ഓർഡർ ചെയ്തോണ്ടേ ഈ തണ്ണിമത്തങ്ങയും കൂടെ ഓർഡർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. ഞാൻ ചിന്തിച്ചത് ആദ്യം അത് വൈകിട്ട് കട്ട് ചെയ്യാം, ഇച്ചിരി തണുപ്പോടുകൂടി കഴിക്കുമ്പോൾ നല്ലതല്ലേ. അപ്പം ഞാൻ ആ സ്റ്റീലിൻ്റെ നൈഫാണ് എടുത്തത്. അത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പം എനിക്ക് പേടി അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനൂടെ. അപ്പം ഞാനിത് പിന്നെ ചിന്തിച്ച് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കാമെന്ന്. ഇവിടെ എന്തോ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാന്നേലും നല്ല മധുരമായിരുന്നു എന്നുള്ളത്. ചിലത് വാടി ഇരിക്കുമല്ലേ. അപ്പം ഞാനതിങ്ങനെ എടുത്തിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട്, നല്ല വലിയ ഇതായിട്ട് ആവുകയാണെങ്കിൽ വലിയ പീസ് വരും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ അതിൽ നിന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരും. അപ്പോൾ അത് നമുക്കിങ്ങനെ ജ്യൂസ് പോലെ ഇച്ചിരി സ്പൂണിൽ കോരി കഴിക്കാൻ നല്ലതാണ്. അല്ലാതെ ഇവർക്ക് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നേ അതിനേക്കായി എനിക്കൊന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ നമുക്ക് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമേ ഇല്ല. പകുതി ഞാൻ ഇന്നെടുത്തു, പകുതി പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കൊടുത്താൽ അവന്മാരും ചോദിച്ചു, ഇതെങ്ങനെ എടുത്ത മമ്മി മിക്സിയിലടിച്ചോ എന്നൊക്കെ ചോദിച്ചു. കാരണം ഇത്രയും ജ്യൂസ് ഇങ്ങനെ വരുന്നത് ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഫ്രൂട്ടായി വാട്ടർമെലൺ. കാരണം അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് ഒത്തിരി ഉണ്ടല്ലേ, അത് കഴിക്കുമ്പോഴേ. ഞാനിപ്പോൾ ഇങ്ങനെ ചിരണ്ടി അതിൻ്റെ അല്ലാതെ നമ്മൾ പീസായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ വെള്ളം കുറച്ച് കൂടുതലായിട്ട് വരും. ഇതിങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ ഇച്ചിരി വെള്ളയും കൂടെ ചിരണ്ടി ഇതിൽ മിക്സ് ചെയ്താലും നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ ആ അരമുറി ഇത്രയും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 പേർക്ക് നന്നായിട്ട് ഓരോ ഗ്ലാസ് വെച്ചിങ്ങനെ സ്പൂണിൽ കോരി കുടിക്കാം. പിന്നെ കുറേയും കൂടെ പീസ് ചെറുതാവണമെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പം നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ റെഡി. ജ്യൂസെന്ന് പറയാനൊക്കത്തില്ല, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ളയാ ഇതിൻ്റെ കളറ് കിട്ടാൻ വേണ്ടി ഇവർ ഓരോന്നൊക്കെ കുത്തി വയ്ക്കുന്നത്. എന്താ ഇപ്പം കെമിക്കൽ അല്ലാത്തത്, നമ്മളതൊക്കെ നോക്കിയിരുന്നാൽ എന്തോ ചെയ്യും, ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ. ഒരിടയ്ക്ക് ആ റീച്ചാന്ന് പറയുന്നത് അതൊന്നും വാങ്ങിക്കൊന്നും വേണ്ട, അതൊക്കെ ഇങ്ങനെ കുത്തി വെക്കുന്നതാണ്. റീച്ചാൻ പറഞ്ഞ് എന്തു അന്നേരം കുത്തി വെക്കാത്തതെന്നൊന്ന് പറ. ഓരോ രീതിക്ക് നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം പച്ചക്കറിക്കാണെങ്കിലും അതിൻ്റേതായ ഓരോന്നവർ ചേർക്കും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇപ്പോഴത്തെ തലമുറകൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. പണ്ടെന്ന് പറയുന്നത് നമ്മുടെ അയ്യത്ത് നമ്മളെല്ലാം ചെയ്യുമായിരുന്നല്ലേ. അപ്പം ഞാൻ വൈകുന്നേരമാണ് എൻ്റെ അച്ചാർ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചേ. അപ്പം നല്ല ഇച്ചിരി ലിക്വിഡായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം അങ്ങ് അബ്സോർവ് ചെയ്തേ. അപ്പം ആർക്കെങ്കിലും ബീഫ് അച്ചാർ വേണേ പറയണേ. അപ്പം ബീഫ് അച്ചാറോ മീനച്ചാർ എനിക്കിപ്പോൾ മീൻ കിട്ടുന്നില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അർജൻറ്റ് ഒരാൾക്ക് വേണമായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചോണ്ടേ അവർ ഇപ്പം ഈ നമ്മുടെ കേരച്ചൂരയ്ക്ക് വില കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് അവരെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ബീഫൊന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും.
അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.